നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർഹതയില്ലാത്ത ഒരു ചില്ലി കാശ് പോലും തൊടുന്നവളല്ല എന്റെ വന്ദനേച്ചി. ഇത് കള്ളക്കഥയാ. എന്ത് കഥയായാലും ഇതിൽ പരം ഒരു അപമാനം ഉണ്ടാവാനുണ്ടോ? മാധവൻ നായരുടെ മകൾ വന്ദന പണം മോഷ്ടിച്ചെന്നല്ല, വി ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കലിന്റെ ചെയർമാൻ വിക്രമിന്റെ ഭാര്യ സഹോദരി പണം മോഷ്ടിച്ചെന്നായിരിക്കും വാർത്ത പരക്കുന്നത്. അവള് കൊടുക്കാൻ നോക്കിയത് ആരാണെന്ന് അറിഞ്ഞ കൊള്ളാം. എന്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിച്ചപ്പോഴാണ് മോഷണക്കുറ്റം കെട്ടിച്ചമച്ചാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത്. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ വന്ദനിപ്പോ ജയിലിലായനെ. അത്രയും വലിയ ഉപകാരം ചെയ്ത ജഗനെ അവൾ ഹൃദയം തുറന്ന് സ്നേഹിച്ചിരിക്കും. പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കുന്നത് വരെ ജഗൻ തളരാനോ വിശ്രമിക്കാനോ പാടില്ല. പക്ഷേ എന്താണ് അനിയ ഒരു പക്ഷേ? അച്ഛൻ ഈ ബന്ധത്തിന് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓ പിന്നെ ഒരച്ഛൻ. ജഗന്റെ ബുദ്ധിശക്തിക്കും സ്വാധീനത്തിനും മുന്നിൽ കുറുപ്പ് വെറും നിസ്സാരനാണെന്ന കാര്യം ഈ സംഭവത്തോടെ എല്ലാവർക്കും ബോധ്യപ്പെടാൻ പോവുക. വിദ്യയാ പറയുന്നത്. കുറുപ്പമ്മാവനും ഈ ബന്ധത്തിന് സമ്മതം മൂളിയിരിക്കും. ഇനി വന്ദനയെ കൂടുതൽ ആകർഷിക്കാനുള്ള വഴികൾ നോക്കനിയ. നിന്റെ ചേച്ചി വന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഡ്വക്കേറ്റ് വർഗീസിന്റെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചു, അതാണ് കുറ്റം. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ വന്ദനേച്ചി ഒരിക്കലും മോഷ്ടിക്കില്ല. അർഹതയില്ലാത്ത ഒരു ചില്ലി കാശ് പോലും തൊടുന്നവളല്ല എന്റെ വന്ദനേച്ചി. ഇത് കള്ളക്കഥയാ. എന്ത് കഥയായാലും ഇതിൽ പരം ഒരു അപമാനം ഉണ്ടാവാനുണ്ടോ? മാധവൻ നായരുടെ മകൾ വന്ദന പണം മോഷ്ടിച്ചെന്നല്ല, വി ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കലിന്റെ ചെയർമാൻ വിക്രമിന്റെ ഭാര്യ സഹോദരി പണം മോഷ്ടിച്ചെന്നായിരിക്കും വാർത്ത പരക്കുന്നത്. ഇതിലൊരു സത്യം ഉണ്ടാവില്ല. കെട്ടിച്ചമച്ച കഥയാ. അല്ലെങ്കിൽ ആ വക്കീല് ചതിച്ചതാ. ചതിച്ചതാണെന്നോ? വക്കീൽ ഗുമസ്തയെ വന്ദന ചേച്ചി പണിക്ക് കയറിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വർഗീസ് എന്തിനെ വന്ദന ചേച്ചി ചതിക്കണം? ചതിയാണെങ്കിൽ വന്ദനേച്ചിയുടെ പൂങ്കണ്ണീര് കാണുമ്പോ വക്കീല് കേസ് പിൻവലിക്കോ? ബലപ്പെടുത്താനല്ലേ നോക്കൂ. നമ്മളിതിന്റെ വീട്ടിൽ പോയപ്പോ വന്ദനേച്ചിയുടെ കയ്യിൽ ഒരു ഫയൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വക്കീൽ ഓഫീസിൽ നിന്നും പഠിക്കാൻ എടുത്തുകൊണ്ടുന്ന ഫയലാണ് പോലും. വക്കീലിന്റെ അറിവോ സമ്മതമോ കൂടാതെ ഫയൽ എടുത്തവള് പണം മോഷ്ടിക്കാനും തയ്യാറാവില്ലേ? ആഹാരത്തിന് പോലും വകയില്ലാത്ത പട്ടിണി പാവങ്ങളാണെന്ന് എനിക്കറിയാം. എന്നാലും അന്തസ്സും ആഭിജാത്യവും നേരെ നിറയുള്ള കൂട്ടരാണെന്ന് ധരിച്ചു. പക്ഷേ എനിക്ക് തെറ്റി. വെറും അണ്ടനും അടകൂടനും മാത്രമല്ല, സ്റ്റാറ്റസും പദവിയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അതിന് വക്കീലന്മാരും മജിസ്ട്രേറ്റും ഒക്കെ പെടും. ഇനി അവരുടെ മുമ്പിലൊക്കെ കുമ്പിട്ട് നടക്കേണ്ട അവസ്ഥയായി. ജാതക ദോഷമുള്ളവൾക്ക് മോഷണ ദോഷം ഉണ്ടെന്ന് കൂടെ കേട്ടാ പറഞ്ഞവന്റെ ചെകിട്ട തടിക്കാനല്ല, ചെകിട് പൊത്തി മുഖം കുനിക്കേണ്ട ഗതികേടാ എനിക്ക്. ഏട്ടാ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്കിപ്പൊ തന്നെ പോയി ചേച്ചി ഒന്ന് കാണണം, സത്യസ്ഥിതി അറിയണം. ഇപ്പൊ തന്നെ നമുക്ക് പോവാം. എനിക്കിപ്പോ സമയമൊന്നുമില്ല. ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാടുണ്ട്. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. വന്ദനെ കാണുന്ന കാര്യമൊക്കെ അപ്പൊ ആലോചിക്കാം.
പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരായിരിക്കും? അറ്റൻഡ് ചെയ്യണോ? ചെയ്തേക്കാം. ഹലോ. ഇപ്പൊ നീ അനുഭവിച്ചത് വെറും ട്രെയിലറാ. ഒറിജിനൽ സിനിമ ഇനി റിലീസ് ആവാൻ പോകുന്നതേ ഉള്ളൂ. നല്ല ഒന്നാം തരം ആക്ഷൻ ട്രാജഡി. ഹലോ, ഏത് സിനിമയുടെ കാര്യം നിങ്ങൾ പറയുന്നത്? നിങ്ങൾ സംസാരിക്കുന്നത് റോങ് നമ്പറിലേക്കാണെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് നമ്പറൊന്നും തെറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങൾ ആരാണെന്ന് പറ. ഞാനോ? ഞാൻ നിന്റെ ആരാച്ചാര്. ഒരു ഉപദേശം തരാൻ വിളിച്ചതാ. നിനക്ക് നേരിടാൻ കഴിയുന്ന ശത്രുവിനോട് മാത്രമേ നീ മത്സരിക്കാവൂ. അല്ലെങ്കിൽ നീ സ്വയം കൊലക്കേറ് കുരുക്കിടുന്നത് പോലെയാ. ഇതവൻ തന്നെയാ, വിക്രം. സംശയമില്ല. ഹലോ ഉപദേശി, ജീവൻ എടുക്കാൻ വരുന്ന യമദേവന് വരെ പേരുണ്ട്. സ്വന്തം പേര് പറയാൻ പേടിക്കുന്ന നീയാണോ ആരാച്ചാര്? എന്നാ കേട്ടോ ആരാച്ചാരെ, ആനയ്ക്ക് മുമ്പിൽ ഈ ഉറുമ്പ് വളരെ നിസാര ജീവിയാ. പക്ഷേ ആനയുടെ തുമ്പിക്കൈക്കുള്ളിൽ ഈ ഉറുമ്പ് കയറി പെരുമാറിയാലേ ആന ചക്രശ്വാസം വലിച്ചു പോവും. അതോർത്താ നിനക്ക് കൊള്ളാം. അതുകൊണ്ട് പെണ്ണിനെ നിസ്സാരമായിട്ട് കാണരുത്. പെണ്ണൊരുമ്പെട്ടാൽ ദൈവത്തിന് പോലും പിടിച്ചു നിൽക്കാനാവില്ല. പിന്നല്ലേ നിന്നെപ്പോലെ ഒരു ക്രിമിനല്. വെച്ചിട്ട് പോടാ. ഒരു കാര്യം കൂടി കേട്ടോ, നീ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നീ ആരാണെന്ന്. നിന്റെ മുഖംമൂടി ഞാൻ പിച്ചി ചീന്തും. നിന്നിലെ യഥാർത്ഥ മുഖം ഈ വന്ദന പൊതുമധ്യത്തിൽ കൊണ്ടുവന്നിരിക്കും. അതുവരെ നീ സിനിമയുടെ ട്രെയിലർ ഉണ്ടാക്കി കളിക്ക്. പെണ്ണിന്റെ മനസ്സിനോളം മൂർച്ചയുള്ള ഒരായുധവും നീ അയക്കുന്ന ഗുണ്ടകളുടെ കയ്യിൽ ഉണ്ടാവില്ലടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.